Okay, partition value. Values obtained by dividing the series into number of equal parts are called a partition value. അപ്പോൾ വാല്യൂസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ദ സീരീസ് ഇൻറ്റു നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഒരു സീരീസിനെ നമ്മൾ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പാർട്ടീഷൻ വാല്യൂസ്. വി അണ്ടർസ്റ്റുഡ് ദാറ്റ് മീഡിയൻ ഈസ് എ വാല്യൂ വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. നമുക്കറിയാം മീഡിയൻ ഒരു വാല്യൂ ആണല്ലോ. ഒരു സീരീസ് 2 പാർട്ടായി ഡിവൈഡ് ചെയ്യുകയാണ് മീഡിയൻ ചെയ്യുന്നത്, 2 ഈക്വൽ പാർട്സ് ആയിട്ട് അല്ലേ. സിമിലർലി വി ക്യാൻ ലൊക്കേറ്റ് ദ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ടീഷൻ വാല്യൂവിനകത്തും എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ദ വാല്യൂ വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു താഴെ പറയുന്ന രീതിയിൽ നമ്മൾ പാർട്ടീഷൻ. 1 4 4 വരുന്നത് ക്വാർട്ടൈൽസാണ്, 4 ഈക്വൽ പാർട്സ്. 10 ഡിസൈൽസ്, 100 ആണെങ്കിൽ പെർസെൻറ്റേജ്. ക്ലിയർ ആണ് പറഞ്ഞേ. അപ്പോൾ 4ൻ്റെ പാർട്ടാണ് ക്വാർട്ടൈൽസ് എന്ന് പറയും, 10ൻ്റെ പാർട്ടാണെങ്കിൽ നമ്മൾ ഡിസൈൽസ് എന്ന് പറയും, 100ൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയും. അപ്പോൾ ആദ്യം പെർസെൻറ്റേജ് എന്താണെന്നാണ് പറയുന്നത്. പെർസെൻറ്റേജ് ദ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ് ആണ്. പെർസെൻറ്റേജ് പറയുന്നത് വാല്യൂസിനെ നമ്മൾ 100 ഈക്വൽ പാർട്ടാക്കും. 100 99 ഡിവൈഡിങ് പൊസിഷൻ കാളുടെ പെർസെൻറ്റേജ്. അപ്പം 99 ഡിവൈഡിങ് പൊസിഷൻ കിട്ടും, പെർസെൻറ്റേജ് നമ്മൾ വിളിക്കുന്നത്. there are 99% P1 P2 അങ്ങനെ P99. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് പോകുന്നത്, P1 മുതൽ P99 വരെ. 50th പെർസെൻറ്റ് സെയിം ടു ക്വാർട്ടൈൽ, Q2 തുല്യ ഓർ മീഡിയൻ. അപ്പോൾ 50 എന്ന് പറയുന്നത് ഈക്വൽ പാർട്സ് അല്ലേ, അപ്പോൾ അത് മീഡിയൻ അല്ലേ. അപ്പോൾ 50 ഇവിടെ നമ്മൾ പെർസെൻറ്റേജിനകത്ത് P50 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്, അല്ലെങ്കിൽ 50ാമത്തെ പെർസെൻറ്റ് പറയുന്നത് Q2 ആണ്, അല്ലെങ്കിൽ മീഡിയൻ ആണ്. ഓക്കെ, അത് പറഞ്ഞേ. ക്വാർട്ടൈൽസ് ഓൺലി ആർ ഡിസ്കസ്ഡ് ഡീറ്റെയിൽസ് ഇൻ ദ ചാപ്റ്റർ. നമ്മൾ ക്വാർട്ടൈൽസ് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണല്ലേ. ക്വാർട്ടൈൽസ് ആർ ദോസ് വാല്യൂസ് വിച്ച് ഡിവൈഡ് സീരീസ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ പാർട്സ് ആയിട്ട് സീരീസ് ഡിവൈഡ് ചെയ്യാം. പെർസെൻറ്റേജ് 100 ഈക്വൽ പാർട്സ്. ക്വാർട്ടൈൽസ് വരുമ്പോൾ 4 ഈക്വൽ പാർട്സ് ആണ്. ജസ്റ്റ് ആസ് 1 പോയിന്റ് ഡിവൈഡ് ആസ് എ സീരീസ് ഇൻറ്റു 2 പാർട്സ്, 3 പാർട്സ് വുഡ് ഡിവൈഡ് ഇൻറ്റു 4 പാർട്സ്. ഇങ്ങനെ പോവാണ്. കോൺസിക്വൻലി ദെയർ ആർ ഓൺലി 3 ക്വാർട്ടൈൽ. ഇവിടെ നമുക്ക് ക്വാർട്ടൈൽസിനകത്ത് 3 ക്വാർട്ടൈലേ വരത്തുള്ളൂ, Q1 Q2 ആൻഡ് Q3 അങ്ങനെ പോകത്തേ ഉള്ളൂ. ക്ലിയറായി പറഞ്ഞേ. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഗ്രാഫൊക്കെ തന്നേക്കുന്നത്. ലോവർ എക്സ്ട്രീം വാല്യൂ 25% ഡാറ്റ. ഓക്കെ, Q1 കണ്ടോ 25% ഡാറ്റ, മീഡിയൻ 25% ഡാറ്റ കണ്ടോ. ഒരു 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മളങ്ങ് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് അവിടെ. അപ്പോൾ അവിടെ അതാണ് പറയുന്നത്, ലോവർ എക്സ്ട്രീം വാല്യൂ, പിന്നെ Q1 Q3 അപ്പർ എക്സ്ട്രീം വാല്യൂ. ഓക്കെ അല്ലേ. ഇവിടെ Q3 it is noted that Q2 is the same as the median. ഇവിടെ നമ്മൾ Q3 എന്ന് പറയുന്നത് it is noted here Q2 is the same as the median തുല്യമായിട്ട് Q3 വരും. Q1 എന്ന് പറയുന്നത് ലോവർ ക്വാർട്ടൈലാണ്, % of the item below it. Q1 എന്ന് പറയുന്നത് ലോവർ ക്വാർട്ടൈലാണ്, 25% of the item below it അതിലാണ് വരുന്നത്. അതിൻ്റെ 75% of the item above it. അപ്പോൾ ബാലൻസിലോട്ടാണ് 75% പോകുന്നത്. ഇപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ 25% വരുന്നത്, നമ്മൾ ഗ്രാഫ് കണ്ടു. Q2 ഓർ മീഡിയൻ എന്ന് പറഞ്ഞാൽ 50% ഐറ്റം ബിലോ ഇറ്റ് ആൻഡ് 50 above it. Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 50% അതിനകത്തും 50% അടുത്ത പാർട്ടിലുമായിട്ട് പോകുന്നത്. Q3 എന്ന് പറഞ്ഞാൽ അപ്പർ ക്വാർട്ടൈല, 70% ഓഫ് ഐറ്റം ബിലോ ഇറ്റ് ആൻഡ് 25% above it. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് Q3 അല്ലേ വരുന്നത്. അപ്പോൾ 75% ബിലോ ഇറ്റും ബാക്കി ഭാഗം ഏതാണ് 25% ആണ് Q3യിൽ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ സീരീസിലെ സ്റ്റെപ്പ് ഉണ്ടോ. അറേഞ്ച് ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യും. അസെൻഡിങ് ഓർഡറിൽ ആദ്യം ദെൻ Q1 കണ്ടുപിടിക്കും. ഇപ്പോൾ ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ഈക്വൽ പാർട്സ് അല്ലേ. Q1 കണ്ടുപിടിക്കാൻ സിമ്പിളാണ്, സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ n+1 ഡിവൈഡ് ബൈ സെക്കൻഡ് ഐറ്റം മീഡിയം പഠിച്ചില്ലേ, ഇവിടെ 4 ആണ് കൊടുക്കുന്നത്. n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം Q3ക്ക്, സോറി Q1ന്. Q3 കാണാൻ പറയാം സൈസ് ഓഫ് കണ്ടോ 3ഉം n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. പറഞ്ഞ മനസ്സിലായോ. Q3 കാണാൻ പറഞ്ഞാൽ സൈസ് ഓഫ് 3 എന്ന് കൊണ്ട് കൊടുത്താൽ മതി. 3 × n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. ഡാറ്റ ഉണ്ട് ഇവിടെ, ഓഡ് നമ്പറിൽ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ കണക്ക് ചെയ്യുന്നുണ്ടോ. ഇൻ ദ സീരീസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സൊല്യൂഷൻ കണ്ടോ 2 4 6 8 10 12 അങ്ങനെ നമ്മൾ അങ്ങോട്ട് എഴുതി. അപ്പോൾ എന്നു പറഞ്ഞാൽ 11 വാല്യൂ ഉണ്ട്. ഓടല്ലേ, ഒറ്റയാക്കുവാണല്ലോ. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം ആയി. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് എന്ന് പറയുന്നത് 11 ആണ്. 11 + 1 12 ഡിവൈഡ് ബൈ 4 മൂന്നാമത്തെ ഐറ്റം. ഇവിടെ മൂന്നാമത്തെ ഐറ്റം ഏതാ വരുന്നത് 6. അപ്പോൾ Q1 6 വന്നു. Q3 ഉണ്ടോ സൈസ് ഓഫ് 3 × n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. അപ്പോൾ നമുക്കറിയാം 3 × 11 + 1 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ നമുക്കറിയാം 12 3 36, 36 ഡിവൈഡ് ബൈ 4 9 വരും. 12 വന്ന് എങ്ങനെ അറിയില്ല, 11 + 1 12, 12 × 3 36, 36 ഡിവൈഡ് ബൈ 4 9th ഐറ്റം. 9th ഐറ്റം ഇവിടെ എത്ര വരും, 18 വരും. ക്ലിയർ ആയി പറഞ്ഞേ.
അടുത്തുണ്ടോ ഡേറ്റ ഈവൻ നമ്പർ, ഓഡ് നമ്പർ നമ്മൾ പറഞ്ഞു. അടുത്ത ഈവൻ നമ്പർ എന്നാൽ എങ്ങനെയാണെന്ന് ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 ആൻഡ് ദ തേർഡ് ക്വാർട്ടൈൽ Q3 ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇപ്പോൾ ഇവിടെ കണ്ടോ ഡാറ്റ അസെൻഡിങ് ഓർഡറിലാക്കുന്നു നമ്മൾ അല്ലേ. 120 അല്ലേ ഏറ്റവും ചെറുത്, 120, 132, 155, 157, 161, 164, 166, 170, 174, 176. Q1 കണ്ടുപിടിക്കുക. സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം. അപ്പോൾ നമുക്കറിയാം 10 ഐറ്റം അല്ലേ ഉള്ളത്, 10 + 1 ഡിവൈഡ് ബൈ 4, അപ്പോൾ 11 ഡിവൈഡ് ബൈ 4 അല്ലേ. 11 ഡിവൈഡ് ബൈ 4 2.75 ഐറ്റം ആവും. അപ്പോൾ വാല്യൂ സെക്കൻഡ് ഐറ്റം പ്ലസ് 0.75 ആണോ? ക്ലിയറായി പറഞ്ഞേ. ആ അപ്പോൾ തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം അവിടെ കുറയ്ക്കണം കണ്ടോ. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം അവിടെ 132 പ്ലസ് 0.75 ഇൻറ്റു അതാണ് അല്ലേ. തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 155. തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം 132 അല്ലേ. അപ്പം 132 പ്ലസ് 0.75. ഈ 155 32 മൈനസ് ചെയ്യുമ്പോൾ 23 കിട്ടത്തില്ലേ. 23 കിട്ടും. 132 അതേപോലെ തന്നെ 0.75 ഇൻറ്റു ഇവരുടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് 140.2.5 വരുന്നത്. Q3 കാണാൻ കണ്ടോ 3 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം. അപ്പോൾ നമുക്കറിയാം 11 33 ഡിവൈഡ് ബൈ 4, അപ്പോൾ 8.25 ഐറ്റം വരുന്നത്. ഓക്കെ. അപ്പോൾ എട്ടാമത്തെ ഐറ്റം ആയതുകൊണ്ട് നമുക്കൊരു 9ാമത്തെ ഐറ്റം വരെ എട്ടാമത്തെ ഐറ്റം എടുക്കണ്ടേ അല്ലേ. അപ്പോൾ കണ്ടോ 170 പ്ലസ് പോയിൻറ്റ്സ് അങ്ങനെ എടുക്കണം. അപ്പോൾ അവിടെ കണ്ടോ 9ാമത്തെ ഐറ്റം മൈനസ് 8 ഇവിടെ വന്നത്, അതുകൊണ്ട് പിന്നെ 9ാമത്തെ ഐറ്റം എടുക്കണ്ടേ. 9ാമത്തെ ഐറ്റം 8 പിന്നെ പിന്നോട്ട് പോകാൻ പറ്റത്തില്ല, മുന്നോട്ടല്ലേ പോകണ്ടേ. അപ്പോൾ 9ാമത്തെ ഐറ്റം മൈനസ് 8ാമത്തെ ഐറ്റം. അപ്പോൾ അവിടെ കണ്ടോ അത് പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് 171 വരും. ഓക്കെ അല്ലേ. അതാണ് നമ്മൾ ആ രീതി ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം കൊണ്ട് Q2 Q3 3 പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ നോക്കുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ ശരി ശരി.